നമസ്കാരത്തിൽ ഓരോ ദേവിയെയും ദേവനെയും വ്യത്യസ്ത ഭാവങ്ങളുടെ പ്രതീകമായിട്ടാണ് നാം ആരാധിക്കുന്നത്. ശ്രീരാമനെ സമാധാനത്തിനു വേണ്ടി, സീതാദേവിയെ സഹനശീലത്തിനു വേണ്ടി, മഹാവിഷ്ണുവിനെ കാര്യനിർവഹണത്തിനു വേണ്ടി, ലക്ഷ്മി ദേവിയെ സമ്പൽ സമൃദ്ധിക്കു വേണ്ടി, ശ്രീ പാർവതി ശക്തിയുടെ സ്വരൂപമാണ്. ശ്രീ പരമേശ്വരൻ സംഹാരത്തിൻ്റെ മൂർത്തിയുമാണ്. പക്ഷേ സ്നേഹഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭക്തിഭാവമുണർത്തുന്ന രണ്ട് രൂപങ്ങൾ മാത്രമേയുള്ളൂ. അത് രാധയും കൃഷ്ണനുമാണ്. പക്ഷേ രാധയുടെയും കൃഷ്ണന്റെയും ഈ അലൗകികമായ പ്രണയകഥ അറിയുന്നതിന് മുമ്പായി രണ്ടുപേരും ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കണം. സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ അവതരിക്കേണ്ടി വന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നാം ഗോലോകത്തേക്ക് യാത്ര തിരിക്കണം. അവിടെയാണ് യുഗയുഗാന്തരങ്ങളായി രാധയും കൃഷ്ണനും വസിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ഒരു പരമഭക്തൻ അദ്ദേഹത്തെ ദർശിക്കാൻ ഗോലോകത്ത് എത്തുന്നതോടെയാണ് ഈ കഥ സമാരംഭിക്കുന്നത്. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീകൃഷ്ണ.